വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണെങ്കിലേ അതിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. രണ്ടാമത്തെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വരെ തന്നെന്നറിയോ, ഗതാഗതവും വാർത്താവിനിമയവും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരെയുള്ള നോട്ടുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം നിങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്താണെന്നറിയോ, രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് അവിടെ മുതലാണ്. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ഞാൻ മലയാളം വായിച്ചിരുന്നു വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസർ ഇംഗ്ലീഷിലും മലയാളത്തിലും തരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കാര്യം എന്താണെന്ന് മലയാളത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ആൻസറുകൾ കണ്ടോ, ഇംഗ്ലീഷിലും മലയാളവും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിൻ്റെ ഫലമായി 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അവയിൽ ചിലത് ചുവടെ തന്നിരിക്കുന്നു. ഈ ബോക്സിൽ തന്നിരിക്കുന്നത് നിങ്ങളത് നല്ലപോലെ പഠിക്കണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും ഈ സോഷ്യൽ സയൻസിൻ്റെ ബോക്സിൽ തരുന്ന ഓരോന്നും വൃത്തിയായിട്ട് പഠിക്കണം. അധികം സെപ്പറേറ്റ് എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ, കാരണം ഓൾറെഡി അത് ബോക്സിൽ അത് വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. വായിക്കാൻ അറിയണം കേട്ടോ. ഓക്കെ, ആദ്യകാലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നാമത്തെയാണ് ഇന്ത്യൻ അസോസിയേഷൻ. എവിടെ ആയിരുന്നു എന്നൊരു ചോദ്യം ചോദിക്കുങ്ങളെ. ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയിലായിരുന്നു അത് പ്രവർത്തന കേന്ദ്രം. ഇനി ആ കൽക്കട്ടയിൽ ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. പേര് വായിക്കാൻ അറിയണം. ഇന്ത്യൻ അസോസിയേഷനിലെ നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. ഇതെവിടെയായിരുന്നു പ്രവർത്തനം? കൽക്കട്ടയിലായിരുന്നു. ഞാനത് എഴുതിയെടുത്തിട്ടില്ല നോട്ടിൽ, കാരണം ഓൾറെഡി അത് ബോക്സിൽ നല്ല വൃത്തിയായിട്ട് തന്നിട്ടുണ്ട്. അതിരുന്ന് പഠിക്കണം. അടുത്ത രണ്ടാമത്തെ മദ്രാസ് മഹാജൻസഭ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മദ്രാസിലായിരുന്നു അതിൻ്റെ പ്രവർത്തന കേന്ദ്രം. ഇതിലാരൊക്കെയായിരുന്നു നോക്കിയേ? എം വീരരാഘവാചാര്യയും ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നീ 3 പേരായിരുന്നു. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നീ 3 പേരായിരുന്നു ആ മദ്രാസ് മഹാജൻസഭയിൽ. ഇന്ത്യൻ അസോസിയേഷനിലെ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. ഇനി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ നോക്കൂ നിങ്ങളെ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അത് ബോംബെയിലായിരുന്നു. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ, ബോംബെ. നോക്കിയേ, ഫിറോസ് ഷാ മേത്തയും. ഈ ഫിറോസ് ഷാ മേത്ത ഒരുപാടെടുത്ത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ KT തെലാങ്ക് ബദറുദ്ദീൻ കേട്ടോ. ബദറുദ്ദീൻ ത്യാബ്ജി. ഇച്ചിരി കട്ടിയുള്ള പേരുകളൊക്കെയാണ്. ബദറുദ്ദീൻ ത്യാബ്ജി. അതത്രയും ബോക്സിൽ നല്ലതുപോലെ അങ്ങ് പഠിക്കണം. ഞാൻ എഴുതിയെടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കിക്കേ. ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിമിതികൾ ചർച്ച ചെയ്തെഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നോട്ട് കുറച്ചേ തരുന്നുള്ളൂ. നോട്ട് കുറച്ചെന്ന് വെച്ചാൽ വാരി വലിച്ച് ഞാൻ തന്നിട്ടില്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അടുത്തത് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നു. 1885 ഡിസംബർ 28 പകൽ 12 മണി. ആ ബോക്സ് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. 1885 ഡിസംബർ 28 പകൽ 12 മണി. നമ്മുടെ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുമായി പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവരിൽ. ആ 72 പേരിൽ ഓരോ സ്ഥലത്തെ, ഇന്ത്യയിലെ ഓരോ സ്ഥലമുണ്ടല്ലോ, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേരായിരുന്നു. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവരായിരുന്നു ആ 72 പേരും. ഈ സംഘടനകളിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ
നോക്കണേ കുഞ്ഞുങ്ങളെ, ആ അഖിലേന്ത്യാ സംഘടനയിൽ ഒരു ഇംഗ്ലീഷുകാരനുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും. ആരായിരുന്നു നോക്കിയേ? ആലൻ ഒക്ടേവിയൻ. നമ്മൾ A.O. ഹ്യൂം എന്ന് നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? A.O. ഹ്യൂം, അത് അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നായിരുന്നു ഫുൾ നെയിം കേട്ടോ. W.C. ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിലെ അധ്യക്ഷത വഹിച്ചത് കേട്ടോ. ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾക്ക്, അത് ആ ബോക്സിൽ കിടക്കുന്ന സംഭവം എന്തുവാണെന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രപ്രധാനമായ സമ്മേളനത്തെക്കുറിച്ചാണ് നമ്മൾ മുകളിൽ വിവരിച്ചത്. ഇതെന്താണ് സംഭവം എന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, ഇന്ത്യനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് കുറേ കാര്യങ്ങളാണ് ബേലി പറഞ്ഞത്. 1885 ഡിസംബർ 22 പകൽ 12 മണിയായപ്പോൾ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ ഒരു മുറിയിൽ ഒരു യോഗം നടക്കുന്നു. അതിൽ 72 പേരായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടിയായിരുന്നു. അതിനകത്തിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരൊറ്റയാളെ ഉള്ളായിരുന്നു, അത് അലൻ ഒക്ടേവിയ ഹ്യൂം ആയിരുന്നു. എന്നാൽ നമ്മുടെ W.C. ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത്. നോക്കുന്നില്ല. അപ്പോഴേ അതിനകത്തിലെ തൊട്ട് താഴെ നോക്കിക്കേ, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇന്ന് കുറേ ലക്ഷ്യങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിയേ. നമ്മൾ ഇതുവരെയുള്ളതിൻ്റെ അകത്തിലെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. അടുത്ത നോക്കണേ കുഞ്ഞുങ്ങൾ. നോക്കിയേ, റൈറ്റ് ദ നെയിം ഓഫ് ഇമ്പോർട്ടൻ്റ് ലീഡേഴ്സ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. അത് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാമാണ്? ദാദാഭായി നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത. ഈ 3 പേരുടെയും പേര് നമ്മൾ നേരത്തെയും കേട്ടിട്ടുള്ളതാണ്. സുരേന്ദ്രനാഥ ബാനർജി, ദാദാഭായി നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ത്യാബ്ജി, അത് നമ്മൾ കേട്ടല്ലേ, ബദറുദ്ദീൻ ത്യാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ ചാർലു, R.C. ദത്ത്, ആനന്ദ മോഹൻ ബോസ്. ഇംഗ്ലീഷ് നിങ്ങൾ നോക്കണേ. ആ ഫിറോസ് ഷാ മേത്ത എന്നൊക്കെ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. ഇംഗ്ലീഷിൽ ആ സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ നോക്കണേ കേട്ടോ. പിന്നെന്താ, ആ ചാർലു, P. ആനന്ദ ചാർലു, ആ സ്പെല്ലിംഗ് ഒക്കെ ആയിരിക്കാം. പിന്നെ R.C. ദത്ത് എന്നാണ് കേട്ടോ. ദത്ത്, DUTT എന്ന് വെച്ചാൽ ദത്ത് എന്നാണ് ഇവിടെ. ആ സ്പെല്ലിങ് കറക്റ്റായിട്ട് അത്രയും പഠിക്കണേ. 2, 4, 6, 8, 9 പേര് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം നൽകിയത് എന്നാണ്? 1885. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം നൽകിയത് എന്നാണ്? 1885. ഇൻ വിച്ച് ഇയർ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഷോർട്ട് ഫോമാണ് INC, വാസ് ഫോംഡ് 1885 ഡിസംബർ 28 വേർ വാസ് ദ INC ഫോംഡ്? എവിടെയായിരുന്നു ഈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യോഗം നടന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞു എവിടെയാവും നിങ്ങളെ INCയുടെ യോഗം നടന്നത്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു മുംബൈയിൽ അല്ലേ, അല്ലെ ബോംബെയിൽ. പണ്ട് കാലത്ത് ബോംബെ എന്നാണ് പറഞ്ഞത്, ഇപ്പോഴായി മുംബൈ എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ബോംബെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ബോംബെ ഇപ്പോഴല്ലേ ബോംബെ കേട്ടോ. ബോംബെയിലെ എവിടെ കുഞ്ഞുങ്ങളെ? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു കേട്ടോ. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. നിങ്ങൾക്ക് എന്ത് വായിക്കാൻ ഇംഗ്ലീഷ് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ തൊട്ട് താഴെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ ഒരു മുറിയിൽ വെച്ചായിരുന്നു ഇവരുടെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്നാന്ന് നോക്കിക്കേ, 1885 ഡിസംബർ 28 അല്ലേ, രാവിലെ 12 മണിക്കായിരുന്നു അവർ യോഗം ചെയ്തത്. ഇനി ഹൂ പ്രസിഡന്റ് ഓവർ ദ ഫസ്റ്റ് സെക്ഷൻസ് ഓഫ് ദ INC? W.C. ബാനർജിയാണ് കേട്ടോ. അതിലെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു, ഇംഗ്ലീഷ് അറിയാവുന്ന A.O. ഹ്യൂം ആയിരുന്നു അല്ലേ. A.O. ഹ്യൂം. അധ്യക്ഷനാരായിരുന്നു നിങ്ങളെ? W.C. ബാനർജി. ഇതൊക്കെ 1 മാർക്കിൻ്റെ ഈ PSC സംബന്ധിച്ചുള്ള PSC പരീക്ഷ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? അതിനെല്ലാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളാണ് തോന്നിയും ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്നാണ്? അത് എവിടെ വെച്ചായിരുന്നു അല്ലേ? ഇതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? അടുത്തൊക്കെ, ഫസ്റ്റ് മലയാളി ഹൂ കെയിം ദ പ്രസിഡൻസ് ഓഫ് ദ INC? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സർ C. ശങ്കരൻ നായരാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ. സർ SIR ആണ് കേട്ടോ. SIR C. ശങ്കരൻ നായരാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ
അത് നമ്മുടെ ടെസ്റ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ? ഇംഗ്ലീഷ് മീഡിയക്കാർ കണ്ടോ നിങ്ങൾ? അലൻ എ ഒ ഹ്യൂമിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ WC ബാനർജിയുടെ പടം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഏതാ? സർ സി ശങ്കരൻ നായർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളിയായിരുന്നു. അതാ നമ്മുടെ സർ സി ശങ്കരൻ നായർ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഈ പ്രാവശ്യം പഠിക്കുന്നത് INC കുറിച്ചാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ് ഈ ലിങ്കിൽ പഠിക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നോക്കിയേ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു സൗഹൃദ ബന്ധം വളർത്തുക. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ കുഞ്ഞുങ്ങൾ, അതിനകത്തിലുണ്ട് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരല്ലേ ഇവിടെ വന്നത്. ആ 72 പേര് തന്നെ അവർ ആ യോഗത്തിന് വന്നില്ലേ കുഞ്ഞുങ്ങളെ? ആ 72 പേരും എന്താ, ഞാൻ എൻ്റേത് എന്തൊന്നും അല്ല, മസിൽ പിടിച്ചല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നറിയോ, നല്ല സൗഹൃദ ബന്ധം വളർത്തിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല സൗഹൃദമായിട്ടുള്ള ബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, വളർത്തുക എന്നതായിരുന്നു. പിന്നോ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമൊന്നുമില്ലാതെ അവർ ദേശീയ ഐക്യബോധം വളർത്തുകയും അത് ഉറപ്പിക്കുകയും ചെയ്തു. അവർ നല്ല നല്ല കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നല്ല എന്ന് വെച്ചാൽ അവർ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ പ്രവിശ്യയുടെ പേരിലോ ഒരു വ്യത്യാസവുമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുക അല്ലെങ്കിൽ അത് ഉറപ്പിക്കുക എന്നതായിരുന്നു എന്താ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. പിന്നോ പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തു. എന്തെങ്കിലും പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവരത് ബ്രിട്ടീഷ് ഗവൺമെൻറ് മുമ്പാകെ ചെന്നിട്ട് എല്ലാം അവതരിപ്പിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇന്നത് വേണം, ഞങ്ങൾക്ക് അത് ചെയ്യണം, ഞങ്ങൾക്ക് ഇത് ചെയ്യണം എന്നൊക്കെ അവരെന്താ തുറന്നടിച്ചവർ നല്ല പൊതു ആവശ്യങ്ങളെല്ലാം ചെന്നിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുമായിരുന്നു. പിന്നോ രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് എന്താ എല്ലാവരും കൂടെ കൂടി അല്ലേ പൊതുവായിട്ട് അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെയൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുക. പിന്നോ അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. നമ്മുടെ അഖിലേന്ത്യാ മത്സര പരീക്ഷയൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ, അത് നമ്മുടെ ഇന്ത്യയിലും കൊണ്ടുവരിക, ഇന്ത്യയിലും അനുവദിക്കുക, അവിടെ കേന്ദ്രങ്ങൾ നമ്മുടെ ഇന്ത്യയിലും കൊണ്ടുവരിക എന്ന് എന്താ ഒരു 5 കാര്യങ്ങൾ 5 ലക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. 5 ലക്ഷ്യങ്ങളും ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് സംഭവം പിടികിട്ടിയല്ലോ, അത് പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഒന്നാമത്തെ പേജിൻ്റെ ഈ പാഠത്തിൽ കൂടുതലും എന്താണെന്നറിയോ നിങ്ങളെ, ഈ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ഓരോ ആൾക്കാരും എന്തൊക്കെ ചെയ്തു എന്നൊക്കെയാണ്. നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തന ലക്ഷ്യങ്ങൾ, ഇന്ത്യയിൽ ദേശീയബോധം വളർത്താൻ സഹായിക്കുന്നതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ ഇതിനകത്തിൽ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഓരോ ആൾക്കാരും പണ്ടത്തെ ആൾക്കാർ ഇപ്പോൾ ഓരോന്നും നമ്മൾ പറഞ്ഞല്ലോ ഇല്ലേ. സുരേന്ദ്രനാഥ ബാനർജി ചെയ്തു, A.O. ഹ്യൂം അങ്ങനെ ചെയ്തു, WC ബാനർജി അത് ചെയ്തു, ഇത് ചെയ്തു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്നോ രണ്ടോ വരി ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അതെല്ലാം കൂടെ. ഇനി അടുത്ത വിഭജനവും ഭിന്നിപ്പിക്കലും. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായിട്ടും ശരിയാണ്. ഈ ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതിയുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയും ചെയ്യുക എന്നതാണ് ആ ചുമന്ന ബോക്സിൽ കിടക്കുന്ന കാര്യം. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INCയുടെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ പഠിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അതിനകത്തുള്ളൊരു ഇംഗ്ലീഷുകാർ, അവരൊരു പൊതുയോഗം കൂടിയായിരുന്നു ബോംബെ വെച്ച്. 71 പേര് അല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ പൊതുയോഗത്തിൽ മൊത്തം 72 പേരായിരുന്നു. അതിലൊരു ഇംഗ്ലീഷുകാരനുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ WC ബാനർജിയാണ്. പിന്നെന്താ അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വാർഷിക സമ്മേളനം ഡിസംബറിൽ, എല്ലാ വർഷവും ഡിസംബർ ആകുമ്പം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരായിരുന്നു? ഒരു 9 പേരുടെ പേര് മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടോ. നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ, അതത്രയും. ഇനി ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിൻ്റെ വിവരണമാണ് ഇപ്പം നമ്മൾ വായിച്ചത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു നമ്മുടെ ബംഗാളിനെ വിഭജിക്കുക എന്നുള്ളത്.
ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായിട്ട് വിഭജിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഈ ബംഗാളിനെ അങ്ങ് രണ്ടായിട്ട് വിഭജിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും നിലവിലുള്ള ബംഗാളുണ്ടല്ലോ അത് ഭയങ്കര വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു പറഞ്ഞത്. ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു കേട്ടോ. ബ്രിട്ടീഷിലെ വൈസ്രോയിയുടെ ഒക്കെ പേരെന്നറിഞ്ഞിരിക്കണേ. ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾ സോഷ്യൽ പഠിക്കുമ്പോൾ എപ്പോഴും ടെസ്റ്റ് വെച്ച് പഠിക്കണം. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു അരോചകമൊക്കെ തോന്നാം കുഞ്ഞുങ്ങളെ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ, ഇതുകൊണ്ട് ശരിയാവുന്നില്ല. ഞാൻ ആവുന്ന സ്ട്രെയിൻ ചെയ്താണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. സൗണ്ട് ഒട്ടും വെളിയിലോട്ട് വരുന്നില്ല. ഞാൻ നല്ലപോലെ സ്ട്രെയിൻ ചെയ്താണ് നിങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞിരുന്നത്. കാരണം ഇനി അങ്ങോട്ട് ദിവസങ്ങൾ പോകുമ്പോഴേ നമുക്ക് പാഠം ഒരുപാട് ഡിലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ഒക്കാവുന്ന ഒട്ടും വയ്യാഞ്ഞിട്ട് ഞാൻ ഒക്കാവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അപ്പോൾ INC അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നല്ലതുപോലെ അറിയണം കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ബംഗാൾ വിഭജനത്തിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങളെ, ബംഗാളിനെ അങ്ങ് വിഭജിക്കുക എന്ന് നമ്മുടെ ബ്രിട്ടീഷുകാർ പറയാം. ഇതങ്ങ് വിസ്തൃതി വലുതാണ് കേട്ടോ. വലിയൊരു ഇതാണ്. ബംഗാൾ പ്രവിശ്യയെ നമുക്ക് രണ്ടായിട്ട് അങ്ങ് വിഭജിക്കുക എന്നതായിരുന്നു നമ്മുടെ ബ്രിട്ടീഷുകാർ പറഞ്ഞു കേട്ടോ. അധികാരികൾ പല തന്ത്രങ്ങളും അവർ അതിനുവേണ്ടി നടത്തി. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ വിസ്തൃതി കൂടുതലാണ്, അതുകൊണ്ട് ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണ് എന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന നമ്മുടെ കഴ്സൺ പ്രഭു, നമ്മുടെ ഒന്നുമല്ല ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. ഇനി എന്ത് ഈ ബംഗാൾ വിഭജനം എന്നൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ബംഗാളിനെ കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും എന്നിങ്ങനെ രണ്ടായിട്ട് ഇവരങ്ങ് വിഭജിച്ചു. നോക്കണേ കുഞ്ഞുങ്ങളെ, ബംഗാളിനെ രണ്ടായിട്ട് അങ്ങ് വിഭജിച്ചു. കിഴക്കെന്നും പടിഞ്ഞാറെന്നും രണ്ടായിട്ടങ്ങ് വിഭജിച്ചു. ഈ കിഴക്കൻ ബംഗാൾ മുസ്ലിങ്ങളെല്ലാം കൂടി കേട്ടോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായും പടിഞ്ഞാറെല്ലാം കൂടെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിട്ട് അങ്ങ് മാറ്റി. ഇപ്പം എങ്ങനെ ഇരിക്കും? കുഞ്ഞുങ്ങളെ, ബംഗാളിനെ അങ്ങ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, പടിഞ്ഞാറ് ഭാഗത്തെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും രണ്ടായിട്ട് തിരിച്ചിട്ട് കിഴക്ക് ഭാഗത്തുള്ളവരെല്ലാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും പടിഞ്ഞാറുള്ളതിനെ എല്ലാം എന്ത് ചെയ്തു, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിട്ടും അങ്ങ് മാറ്റിയെന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ഈ ബംഗാളിനെ ഇവർ രണ്ടായിട്ട് വിഭജിച്ചപ്പം അതിലുള്ള ആൾക്കാർക്കല്ലേ കുറേ ആൾക്കാർ അപ്പുറവും പോയി, കുറേ ആൾക്കാർ ഇപ്പുറവും പോയി. അവർക്ക് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അവരത്രയും നാളും അങ്ങനെ ഒന്നും അവർ കണ്ടിരുന്നില്ല, ഇന്ന ജാതി അങ്ങനെ. പക്ഷേ ഇങ്ങനെ വിഭജിച്ച് കഴിഞ്ഞപ്പം മുസ്ലിങ്ങളെല്ലാം അങ്ങ് അപ്പുറത്തും പോയി, ഹിന്ദുക്കളെല്ലാം അങ്ങ് ഇപ്പുറത്തും വന്നല്ലേ. അപ്പോൾ ഇവർക്കത് സഹിച്ചില്ല. അവർ ഈ വിഭജനത്തിലൂടെ എന്താണെന്നറിയോ, ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ അവരെല്ലാം ഹർത്താൽ അങ്ങ് ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാൽ ബംഗ്ല എന്ന ദേശീയ ഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ഈ ജനങ്ങളെല്ലാം കൂടി തെരുവുകളിൽ ഇങ്ങനെ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായിട്ട് അങ്ങ് മാറി. ഇവരെല്ലാവരും ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ അങ്ങ് സമരമായിട്ട് മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെട്ടു. നിങ്ങളെ സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയുള്ളത്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. ഇവരെന്താ പറയുന്നറിയോ, ഇന്ത്യൻ വസ്തുക്കൾ ഉപയോഗിച്ചാൽ മതി, നമുക്കിനി ബ്രിട്ടീഷ് വസ്തുക്കളെ എല്ലാം ബഹിഷ്കരിക്കും, നമുക്ക് വേണ്ട എല്ലാം എടുത്ത് കളയൂ. ഇവരെ ഇങ്ങനെ അങ്ങനൊരു സമരം കൊണ്ടുവന്നു. സ്വാശ്രയം എന്നായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. നിങ്ങളെ സ്വദേശി പ്രസ്ഥാനത്തെ അവർ പറഞ്ഞ നമുക്ക് ബ്രിട്ടീഷുകാരനെ നമുക്കൊന്നും വേണ്ട, ഇവന്മാരെ എല്ലാം ഇവിടുന്ന് കടത്തുക കേട്ടോ, നമുക്ക് ഇന്ത്യൻ വസ്തുക്കൾ മാത്രം മതി. സ്വാശ്രയം എന്നതായിരുന്നു സെൽഫ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട് അല്ലേ. സെൽഫ് സ്വാശ്രയം എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക. നമ്മുടെ സ്വദേശി വ്യവസായങ്ങളും മറ്റെന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് വിജയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു ഈ സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, നിരവധി തുണിമില്ലുകളും സോപ്പ് നിർമ്മാണശാലകളും തീപ്പെട്ടി ഫാക്ടറികളും കൈത്തറി സ്ഥാപനങ്ങളും ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനി, ഇവരെ എല്ലാം നമ്മുടെ സ്വദേശി വ്യവസായത്തിലെ ആൾക്കാരെല്ലാം കൂടി ചെയ്തു.
മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ നല്ലപോലെ കേട്ടോ. നമ്മുടെ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നും പറഞ്ഞ് എന്ത് ചെയ്തു, നമ്മുടെ സാധനങ്ങൾ മാത്രം ഇവിടെ വിറ്റാൽ മതി അല്ലേ, അങ്ങനെ പറഞ്ഞ് ചെയ്തു. അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അതുകൊണ്ട് ആചാര്യ PC റോയ് ഒരു ബംഗാൾ കെമിക്കൽ സ്റ്റോർ സ്ഥാപിച്ചു. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഒരു സ്വദേശി സ്റ്റോർ തുടങ്ങി. വി ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ഇട്ടു. നമ്മുടെ ഷെഡ്ജി ടാറ്റ ഉണ്ടല്ലോ, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും നമ്മുടെ സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നോക്കിയോ നിങ്ങൾ, ഇവിടെ ബംഗാൾ വിഭജനം അല്ലേ, പാർട്ടിഷൻ ഓഫ് ബംഗാൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബംഗാൾ വിഭജനത്തിനെ കുറിച്ച് ചോദിച്ചാലേ മലയാളം മീഡിയക്കാരെ എഴുതാനുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണോ കാണാൻ പറ്റുന്നുണ്ടോ? ചുരുക്കി എഴുതി വെച്ചതാണ് കേട്ടോ. ഓക്കെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വ്യത്യസ്തമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ഈ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിട്ട് ഇവരെ അങ്ങ് മാറ്റി. ബംഗാൾ വിഭജനത്തെക്കുറിച്ചായിട്ടോ. ബംഗാൾ വാസ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. ഇഫ് ദ ബംഗാൾ പ്രൊവിൻസ് വാസ് ഡിവൈഡഡ് ഇൻറ്റു ടു, ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് വുഡ് ബി വീക്കൻഡ്. ദ ബ്രിട്ടീഷ് അതോറിറ്റീസ് ആൾസോ എയിംഡ് ടു വീക്കൺ ദ സ്ട്രഗിൾസ് ലെഡ് ബൈ ദ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ത്രൂ ദ പാർട്ടിഷൻ ഓഫ് ബംഗാൾ. ഇംഗ്ലീഷുകാർ ഇത്ര എഴുതും നിങ്ങൾ കേട്ടോ. മലയാളംകാർക്ക് ഞാൻ കുറച്ചുകൂടെയൊക്കെ വിശാലമായിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതിയത്. നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പോലെ അല്ലോ ഇതെന്നൊക്കെ വിചാരിക്കും കേട്ടോ. മലയാളം ആകുമ്പോൾ നമ്മുടെ ഭാഷയല്ലേ കുഞ്ഞിൽ, നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ വിപുലമായിട്ടാണ് മലയാളംകാർക്ക് ഞാൻ തന്നിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, സംഭവം എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഇത് വായിച്ചെന്ന് വിചാരിച്ച് ഇത് പഠിക്കണമെന്നില്ല. അവർക്ക് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയും കൂടെയാണ് ഇത്രയും ഞാൻ മലയാളത്തിൽ എഴുതിയത് കേട്ടോ. സംഭവം എന്താണെന്ന് അറിയണ്ടായോ നിങ്ങൾ, ഈ ബംഗാൾ വിഭജനം എന്ന് വെച്ചാൽ എന്താ എന്നറിയണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. വെൻ വാസ് ദ പാർട്ടിഷൻ ഓഫ് എഫക്റ്റ്, എന്നാണ് ഈ ബംഗാൾ വിഭജനം വന്നത്, അത് അറിയണേ കുഞ്ഞുങ്ങളെ. ഇമ്പോർട്ടൻ്റ് അതും 1905 കേട്ടോ, ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. ഇനി ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു. ബ്രിട്ടീഷ് വൈസ്രോയി ഹു ക്യാരിഡ് ദ പാർട്ടിഷൻ ഓഫ് ബംഗാൾ, ലോർഡ് കഴ്സൺ. ലോർഡ് എന്ന് വെച്ചാൽ പ്രഭു എന്നാണ് കേട്ടോ. ഹൗ വാസ് ബംഗാൾ ഡിവൈഡഡ്? ബംഗാൾ വാസ് ഡിവൈഡഡ് ഇൻറ്റു ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ അല്ലേ. കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും തിരിച്ചു. ഈസ്റ്റ് ബംഗാൾ വാസ് ദ മുസ്ലിം മെജോറിറ്റി അല്ലേ. നമ്മളത് മേളി മലയാളത്തിൽ പറഞ്ഞതാ അല്ലേ കുഞ്ഞുങ്ങളെ. മുസ്ലിം അല്ലേ, ഈസ്റ്റിൽ കിഴക്കുള്ള മുസ്ലിം മെജോറിറ്റി റീജിയനായിട്ടും വെസ്റ്റുള്ളതിനെ ഹിന്ദു മെജോറിറ്റി റീജിയനായിട്ടും അവരങ്ങ് തിരിച്ചെന്ന്. ഇതൊക്കെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഹൂ കമ്പോസ്ഡ് ദ പാട്രിയോട്ടിക് സോങ്? അവരന്നേരം ആ ദുഃഖാചരണത്തിന് വേണ്ടി ആരുടെ പാട്ടാവും നിങ്ങളെ പാടിയത്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അമർ സോണാർ ബംഗ്ല, പേരൊക്കെ നോക്കണേ, അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം രചിച്ചാണ് അവർ ആ ദുഃഖാചരണം നടത്തിയത് അല്ലേ. അടുത്ത നമ്മൾ പറഞ്ഞത് സ്വദേശി മൂവ്മെൻ്റ് ആണ്. സ്വദേശി മൂവ്മെൻറ്റ് ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു നിങ്ങളെ ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. അവരെന്താ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം, ഇന്ത്യൻ വസ്തുക്കൾ മതി, ബ്രിട്ടീഷ് വസ്തുക്കളെ ബഹിഷ്കരിക്കൂ അല്ലേ. ഇതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നായിരുന്നു, സ്വാശ്രയം എന്നാണ് കുഞ്ഞുങ്ങളെ, സ്വാശ്രയം എന്നായിരുന്നു, സെൽഫ് റിലയൻസ് എന്നാണ് കേട്ടോ, എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. പിന്നോ സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയും സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. മലയാളം മീഡിയക്കാർ ഇത്രയും തന്നെ എഴുതണം. എന്താണെന്നൊന്നും അറിയണ്ടേ? സ്വദേശി മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണ്ടേ കുഞ്ഞുങ്ങളെ? അതുകൊണ്ടാണ് അത്രയും തന്നെ കേട്ടോ. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം.
ഇംഗ്ലീഷുകാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ദ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് പോളിസീസ് ടേൺഡ് ഇൻ ടു എ മാസീവ് സ്ട്രൈക്ക് നോൺ ആസ് സ്വദേശി മൂവ്മെൻറ്റ്. സെൻറ്റൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഓരോന്നും നല്ലപോലെ മനസ്സിലാക്കണേ. ദ ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് വാസ് എന്താ എനർജൈസ്ഡ് ബൈ ദ സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റ്. ദ മെയിൻ മോഡ് ഓഫ് എ സ്ട്രഗിൾ ഓഫ് ദീസ് മൂവ്മെൻറ്റ് വാസ് ദ യൂസ് ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ആൻഡ് ദ ബോയ്ക്കോട്ട്. ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ബഹിഷ്കരിക്കുക എന്ന് കേട്ടോ. ഓഫ് ബ്രിട്ടീഷ് റൂള്. സെൽഫ് റിലയൻസ് വാസ് ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ്. The main objectives of this movement was to eliminate the trade revenue received by the British ruler. അല്ലേ? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ അങ്ങ് ബഹിഷ്കരിക്കുകയും സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു ഈ സ്വദേശി സമരത്തിൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കേട്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിൻ്റെ തന്നെ സംഭവങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഈ ഇംഗ്ലീഷുകാർക്ക് അതിൻ്റേതായ രീതി എഴുതണ്ടേ കേട്ടോ, മലയാളംകാർ അതിൻ്റേതായ രീതി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ എഴുതിയെടുക്കുക. ഓക്കെ ആണോ നിങ്ങളെ? 3 എണ്ണം ഓക്കെ. അതിൻ്റെ തൊട്ട് താഴെ നോക്കണം നിങ്ങൾ. അതാണ്ട് ഒരു ബോക്സ്. കരുത്തിൻ്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹ്യ ഗാർഹിക ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിലെ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെടെ വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച് ആഘോഷവേളകൾ പങ്കിടാൻ അതിർത്തികൾ വിസമ്മതിച്ചു. ഇങ്ങനൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇവിടെ സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ ഒരു വിവരണമാണ് ഇവിടെ തന്നത് കേട്ടോ. അതിൽ എന്താ ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നമുക്കൊരു പാർട്ടും കൂടിയുണ്ട്. ഏതാണെന്നറിയോ? അതാണ്ട് ഇപ്പുറത്ത് ഇവിടെ ഒരു അപ്പൂപ്പൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അശ്വിനി അല്ലേ, അശ്വിനി കുമാർ ദത്ത്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിക്കാനുമായി പ്രവർത്തിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനകളാണ് നമ്മുടെ സ്വദേശി സമിതികൾ എന്ന് പറയുന്നത്. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നു. സ്വദേശി ബാന്ധവ് സമിതി ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ആരാവും നിങ്ങളെ? അശ്വിനി കുമാർ ദത്താണ് കേട്ടോ. അതും കൂടെ ഒന്നറിയണേ. പകർച്ചവ്യാധിയും മറ്റു ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, പിന്നെ സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ നമ്മളിനി പഠിക്കുന്നത് മിതവാദിയും തീവ്രദേശവാദിയും എന്നാണ്. എന്തോ നിങ്ങളെ? മിതവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തീവ്രവാദി, തീവ്രദേശീയവാദി എന്ന് വെച്ചാൽ എന്താണെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ട് നോക്കാം. സം ഓഫ് ദ ഇൻഡസ്ട്രീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എമർജ്ഡ് ഇൻ ഇന്ത്യ ആസ് എ ഡയറക്റ്റ് ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടത്. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഏതൊക്കെയായിരുന്നു നിങ്ങളെ? ഓരോരുത്തരും ഓരോന്നും ചെയ്തില്ലേ? ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരാ? ആചാര്യ പി സി റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. പിന്നെ സ്വദേശി സ്റ്റോർ അറിയാം, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സ്വദേശി സ്റ്റോർ. എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. സ്വദേശി സ്റ്റീം നാവിഗേഷൻസ് കമ്പനി, അറിയാം പേര് ചിദംബരം പിള്ള, വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ, ചിദംബരം പിള്ള. ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ ആരുടെ എന്തെന്ന് നല്ലതുപോലെ അറിയണേ. സ്റ്റീൽ ഫാക്ടറി ആരാണ്? ജംഷഡ്ജി ടാറ്റ അല്ലേ? സ്റ്റീൽ ഫാക്ടറി അത് ആരാണ്ടെന്ന്? ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി. അത് അത്രയും നല്ലതുപോലെ അറിയണേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളൊന്നുകിൽ സൂം ചെയ്യണം കേട്ടോ. എനിക്കിത് മൊത്തം നിങ്ങളിങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ സൂം ചെയ്ത് കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു മിതവാദി എന്ന് വെച്ചാൽ മോഡറേറ്റ്സ് എന്നാണ് കേട്ടോ. ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിൽ ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. ഇവരെ മിതവാദികൾ എന്നാ കുഞ്ഞുങ്ങളെ അറിയപ്പെട്ടത്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് എന്ന് വെച്ചാൽ നേരിട്ട് സമരത്തിന് ആദ്യകാലത്തെ ഈ നേതാക്കന്മാരൊന്നും തയ്യാറായിരുന്നില്ല. പാവപ്പെട്ട ആൾക്കാരൊക്കെ എന്ന് ചെന്ന് ചാടിക്കൊടുത്തിരുന്നു അല്ലേ. ഇങ്ങനെയുള്ള മിതവാദികളെ ഇവരെയാണ് മിതവാദികൾ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു ഇതിലെ പ്രധാനികൾ.
കേട്ടോ. എന്താ മോഡറേറ്റ്സ് വെർ നോട്ട് റെഡി ഫോർ ആൻ ഓപ്പൺ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ദ പ്രൊപ്പഗേറ്റഡ് ദെയർ ഐഡിയാസ് ത്രൂ പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾസ്, മീറ്റിംഗ്സ്, സ്പീച്ചസ് ആൻഡ് റെസൊല്യൂഷൻസ്. ആരൊക്കെയാണ് നല്ലപോലെ നോക്കണേ, ആരൊക്കെയാണ് ഇവിടെ? ഫിറോസ് ഷാ മേത്ത, ഈ പറഞ്ഞ ആൾക്കാരറിയാം. ഗോപാലകൃഷ്ണ ഗോഖലെ ആൻഡ് ദാദാഭായ് നവറോജി വെയർ ദ പ്രൊമിനൻറ്റ് ലീഡേഴ്സ് ഓഫ് മോഡറേറ്റ്സ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇത് മാത്രമായിരിക്കും ചോദിക്കുന്നത്. ഏതെന്നറിയാം? മോഡറേറ്റ്സിൻ്റെ പ്രൊമിനൻറ്റ് ലീഡേഴ്സ് കേട്ടോ. മിതവാദികളുടെ പ്രധാനപ്പെട്ട ലീഡർമാർ അല്ലേ, ആരൊക്കെയാണെന്ന് നല്ലപോലെ അറിയണേ കേട്ടോ. മിതവാദികൾ എന്ന് വെച്ചാൽ മോഡറേറ്റ്സ്. അപ്പം വേറെ ഒരാളൂടെ ഉണ്ടല്ലോ, ആരാ? തീവ്രദേശവാദികൾ എന്ന് വെച്ചാൽ എക്സ്ട്രീമിസ്റ്റ് ആരാണ് കുഞ്ഞുങ്ങളെ? ദ എക്സ്ട്രീമിസ്റ്റ് അഡോപ്റ്റഡ് റെവല്യൂഷണറി മെത്തേഡ് ഓഫ് ആക്ഷൻസ് ലൈക്ക് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. They argued that freedom could be achieved only through strong open struggle. Balagangadhara Tilaka, Bipin Chandra Pal and Lala Lajpat Rai were prominent extremist leaders. മൂന്ന് വരികയുള്ളൂ. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായിട്ട് അവരെ തീവ്രവാദികൾ എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, പിന്നെ ആരാ കുഞ്ഞുങ്ങളെ? ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, 3 പേര്. ഇവരായിരുന്നു പ്രധാനികൾ. സ്വദേശി ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ബഹിഷ്കരണം എന്നാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ആ വാക്ക് കേൾക്കുന്നത്, ബോയ്ക്കോട്ട് കേട്ടോ. അപ്പോൾ ബഹിഷ്കരണം തുടങ്ങി വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്നവർ വാദിച്ചു കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അപ്പോൾ ഇതിനകത്തിൽ ഇത്രയും മതി. നമുക്ക് പാർട്ട് 4 ഇത് മൊത്തവും കൂടെ ഞാൻ കാണിക്കാം. എന്ന് വെച്ചാൽ 1, 2, 3, 4 നാലാമത്തെ പാർട്ടാണ് ഇനി നമ്മൾ 4 അല്ലേ. 5ാമത്തെ പാർട്ടിൽ കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് നോട്ട്. 5ാമത്തെ പാർട്ടിൽ അതും ലെറ്റേഴ്സസും ഒക്കെ ഇടാം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. നമ്മൾ ഇന്ന് പഠിച്ചത് ഇന്ത്യൻ കോൺഗ്രസിനെ കുറിച്ച്, ബംഗാൾ വിഭജനത്തിനെ കുറിച്ച്, പിന്നെ ഇവിടെ ഇപ്പം മിതവാദികൾ അല്ലേ, മോഡറേറ്റ്സിനെ കുറിച്ചും തീവ്ര ദേശീയവാദികൾ അവരെക്കുറിച്ചുമാണ് ഇന്ന് പഠിച്ചത്. അത് വൃത്തിയായിട്ട് അന്നെന്നുള്ളത് അങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.